നല്ല ഫൈറ്റ് ഒക്കെ ഉണ്ട്. അപർണയുടെയും ആസിഫ് അലിയുടെയും കോമ്പോ നോക്കി കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഉള്ള ഒരു റൊമാൻറ്റിക് ഫൺ കോമഡി എലമെന്റ്സ് ആണല്ലോ. ഇതൊരു സീരിയസ് ജോണർ അല്ല, അതിൽ ഇവരുടെ കോമ്പോ നല്ല കോമ്പോ ആയിരുന്നു. ഇതില് പിന്നെ അവർ പക്ക നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അവരുടെ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്നത്. പക്ഷെ അത് കുറെ പറഞ്ഞ സ്പോയിലർ ആയി പോകും. നല്ല രസമുണ്ടായി. പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ് ആണ്. തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു മൂവിയാണ്. നല്ല സിനിമയാണ്. സ്ക്രിപ്റ്റിനാണ് ഏറ്റവും പെർഫോമൻസ് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുക. അപർണ അല്ലെങ്കിൽ ആസിഫലി അവർ വരുമ്പോൾ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു നാച്ചുറൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോംബോ വർക്ക് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലേ, കിഷ്കിണ്ടാകേണ്ടത് നമ്മൾ കണ്ടതുപോലെ തന്നെ പരസ്പരം ഒരു എന്താ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് ആൻഡ് ടേക്ക് ആണ്. ഒരു സീനിൽ ഒരാൾ നോക്കി അടുത്ത സീനിൽ അടുത്ത ആൾ നോക്കുന്ന രീതിയിൽ ഗീവ് ആൻഡ് ടേക്കിലാണ് സിനിമ ഫുള്ള് പോയത്. ഒരാളുടെ ഗ്രാഫ് കയറി ഇറങ്ങുന്നില്ല. സീനിൽ ആരുടെ ഗ്രാഫാണോ കയറേണ്ടത് അവരുടെ ഗ്രാഫ് തന്നെയാണ് കൃത്യമായിട്ട് കയറി നിൽക്കുന്നത്. 5 സെക്കൻഡിൽ കൂടുതൽ നമുക്ക് സ്ക്രീൻ മിസ്സാകാൻ പാടില്ല സിനിമ കാണുമ്പോൾ. അത്ര എൻഗേജിങ് ആണ്. എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു ടീം വർക്ക് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ആസിഫിന്റെ പടമൊന്നോ അഭിരാമിയുടെ പടമൊന്നോ ജിത്തു സാറിന്റെ പടമൊന്നോ ഒന്നും പറയാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻ ടോട്ടൽ ഒരു സൂപ്പർ മൂവി, ത്രില്ലർ മൂവി. ആസിഫിന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ട പെർഫോമൻസ് തന്നെയാണ്. അതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടർ സെലക്ഷനും സൂപ്പറായിട്ടാണ്. ഒരു ഡെയർ അറ്റംപ്റ്റ് തന്നെയാണ്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന എല്ലാ എലമെന്റ്സും മിറാഷിലുണ്ട്. ദൃശ്യം അങ്ങനെ പറയാം. ദൃശ്യം വേറെ, ഇത് വേറെ. അപ്പോൾ ഒരു ഗ്രാഫിലുണ്ടല്ലോ. ദൃശ്യം എന്ന് പറഞ്ഞാൽ അങ്ങ് പീക്കി നിൽക്കുന്ന ഗ്രാഫാണ്. ഇത് അത്ര എത്തത്തില്ല. അത് അത്യാവശ്യം ട്വിസ്റ്റുകളുള്ള ഒരു പടം തന്നെയാണ്. ഉറപ്പ് അങ്ങനെ അവരുടെ കോമ്പോ നല്ല രീതിയിൽ വർക്കൗട്ട് ഉണ്ട്. തിയേറ്ററിൽ അവരുടെ കെമിസ്ട്രി നല്ലോണം അറിയാൻ പറ്റുന്നുണ്ട്. ആസിഫിനെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമറാണ് ആസിഫ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല. തിയേറ്ററിൽ നല്ലോണം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും മിറാഷ്. നല്ല സിനിമയാണ്. പിന്നെ വേറൊരു കോസ്റ്റാറിന്റെ പേര് എനിക്കറിയില്ല. ഒരു ലേഡി അപർണയുടെ ഫ്രണ്ടായിട്ട് അഭിനയിച്ച ആ കുട്ടി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് ക്ലൈമാക്സ് നമ്മളൊട്ട് പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് ആണ്. നല്ല ഫൈറ്റ് സീനൊക്കെ നന്നായിരുന്നു. മൊത്തത്തിൽ നല്ലതായിരുന്നു. ഏതാ പെരുമഴ എന്നൊന്നും പറയാനില്ല. നമ്മുടെ ദൃശ്യം കാണുമ്പോൾ ഒരു ഉണ്ടല്ലോ ക്ലൈമാക്സ് സീനിൽ ഒരു വ്യത്യസ്തത തോന്നുന്നത്. അത് തന്നെ ഇതിനകത്ത് പുള്ളി ആ സ്റ്റൈൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല. നല്ല പടത്തിന്റെ ജിത്തു ജോസഫിന്റെ ഹൈലൈറ്റ് സാധനത്തിന്റെ ക്ലൈമാക്സ് ആണല്ലോ. ആ ക്ലൈമാക്സിൽ 100% ജിത്തു ജോസഫ് ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുണ്ട്. അത് ഒരു രീതിയിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ റിവീലായി പോകും. അതുകൊണ്ട് പക്ഷെ ആസിഫും അപർണ ബാലമുരളി അവർക്ക് കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ഷാജഹാനുണ്ട്, ഹക്കീം ഷാജഹാനുണ്ട്, ദീപക് ഉണ്ട്. അതെല്ലാ റോളുകളും ഇമ്പോർട്ടൻസ് തന്നെയാണ്. അത് ഈ പടത്തിൻ്റെ എൻഡിങ് സ്റ്റേജിലാണ് നമുക്ക് റിവീലാണ്. ആ റിവീലാണ് ഒരു ട്വിസ്റ്റ് കൊടുക്കുക എന്ന് പറയുന്ന ഡയറക്ടറുടെ ഏറ്റവും വലിയ കഴിവ്. അത് ജിത്തു ജോസഫ് ഓഡിയൻസിന് വന്നിട്ടുണ്ട്. വർത്താണ്. ഫാമിലി ഓഡിയൻസിന് എക്സ്പെഷ്യലി വർത്താണ്. സ്ലോ ഫേസിനാണ് ആരും ഇതാക്കിയില്ല. പക്ഷേ ജിത്തു ജോസഫ് സംഭവർക്ക്